വാളയാർ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണൻ ബഗേലിന്റെ മൃതദേഹം ഏറ്റെടുക്കാതെ കുടുംബം. ഛത്തീസ്ഗഡിൽ നിന്ന് ഭാര്യ ലളിതയും കുടുംബാംഗങ്ങളും തൃശൂരിലെത്തിയാണ് തീരുമാനമെടുത്തത്. കേസിൽ ശക്തമായ വകുപ്പുകൾ ചുമത്തുകയും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്താൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കൂ എന്ന നിലപാടിലാണ് കുടുംബം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ബഗേലിന്റെ മൃതദേഹം കണ്ട് വിങ്ങിപ്പൊട്ടിയ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരും പ്രയാസപ്പെട്ടു. 2 കുഞ്ഞുങ്ങളുമായി ജീവിതത്തിൽ പോരാടുന്ന തനിക്ക് നീതി കിട്ടണമെന്ന് രാംനാരായണന്റെ ഭാര്യ ലളിത മീഡിയ വണിനോട് പറഞ്ഞു. मेरे को कुछ नहीं आता, हम तो अनपढ़ गंवार आदमी हैं. हमारे दीवार से बात कर लो जाकर. अजय हम बात नहीं कर सकते. रिटेल सेटल नहीं जाना, अनपढ़ गंवार भाई. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ആൾക്കൂട്ട കൊലപാതകത്തിനുള്ള വകുപ്പ് ഉൾപ്പെടെ ചേർത്ത് കേസ് ശക്തിപ്പെടുത്തണം. തങ്ങൾ ഛത്തീസ്ഗഡിലെ ദളിത് സമുദായ അംഗങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ SC/ST പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. मृतक जो मेरे परिवार के जो ये मेरे दोनों बच्चे हैं, मेरे भाई के, इनको जो है उचित जो है मुआवजा राशि 25 लाख रुपए से मिले, ऐसा मेरी सरकार से मांग है. SC समुदाय से आते हैं तो SC/ST एट्रोसिटी की धारा जो है वो दर्ज होना चाहिए. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ കേരളത്തിൽ തുടരുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. ആൾക്കൂട്ട മർദ്ദനത്തിൽ സ്ത്രീകൾക്കും പങ്കുണ്ട് എന്ന നിലപാടിലാണ് പോലീസ്. ആക്രമണത്തിൽ 15ഓളം പേർ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 തൃശൂർ.